ഓക്കെ, ഇനി നമ്മള് മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാല് ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം, ഉപഭോക്താവിന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള സിദ്ധാന്തം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പൊ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഈസ് കൺസ്യൂമർ? ഒരു ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് അങ്ങനെ പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്ന പേരാണ് ഇതെന്ന് പറയുന്ന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ? കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ടു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വാങ്ങുകയോ ഉപയോഗിക്കുകയോ, എന്ത് വാങ്ങുകയോ? ഗുഡ്സ് സർവീസുകളും വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഇതെന്ന് പറയുന്ന കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഈ ടേം നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. കൺസ്യൂമർ എന്നാൽ ആരാണ്? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്ന കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം നമുക്ക്? കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺ ടു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തായിരുന്നു പറയും? ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തായിരുന്നാണ് പറയുന്നത്? പ്രൊഡ്യൂസർമാരെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു കൺസ്യൂമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അപ്പൊ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വരുന്ന ഒരു കൺസ്യൂമർ എപ്രകാരമാണ് പെരുമാറപ്പെടുന്നത്, അതിനെ എല്ലാത്തിനെയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തത്തെയാണ് കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. പബ്ലിക് എക്സാമിനേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. വലിയൊരു ചാപ്റ്ററാണ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ആരാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉപഭോക്താവ് ആരാണെന്ന് പറഞ്ഞു. ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺ ടു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് പിടികിട്ടിയല്ലോ. ഓക്കെ, ഇനി ഈ കൺസ്യൂമേഴ്സ് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സാധനങ്ങളോ സേവനങ്ങളോ അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെ? ഒരു പേന ഉപയോഗിച്ചാലും, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചാലും, അല്ലെങ്കിൽ തുണികൾ വാങ്ങി നമ്മൾ ഉപയോഗിച്ചാലും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ കഴിച്ചാലും, അതായത് നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടാകും, ശരിയല്ലേ? ആ മാനസികമായി ഉണ്ടാകുന്ന സംതൃപ്തിയെ നമ്മൾ എക്കണോമിക്സിൽ ഒരു പേര് വിളിക്കും. അതിന്റെ പേരാണ് യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടും. ഇതെന്നറിയപ്പെടും യൂട്ടിലിറ്റി. അപ്പൊ യൂട്ടിലിറ്റി എന്ന വാക്കിനർത്ഥം ഉപയുക്തത എന്നാണ്. മലയാളത്തിൽ നമ്മൾ അതിനെ ഉപയുക്തത എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? യൂട്ടിലിറ്റി മീൻസ് വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അതായത് ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സാധനത്തിന്റെ കഴിവിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിടികിട്ടിയോ? വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി മീൻസ് വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അപ്പൊ ഈ യൂട്ടിലിറ്റി ആർക്കാണ് കിട്ടുന്നത്? ആർക്കാണ് യൂട്ടിലിറ്റി ഉണ്ടാകുന്നത്? കൺസ്യൂമേഴ്സിനാണ്, അല്ലെങ്കിൽ കൺസ്യൂമറിനാണ് യൂട്ടിലിറ്റി ഉണ്ടാകുന്നത്. കൺസ്യൂമർ ആരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൺസ്യൂമേഴ്സിന് കിട്ടുന്നതിന് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ആ ടേമിന് വിളിക്കുന്ന പേരെന്തെന്ന് ചോദിക്കും. അപ്പൊ എന്തെന്ന് പറയണം? യൂട്ടിലിറ്റി എന്ന് പറയണം. അതായത് ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഈ യൂട്ടിലിറ്റി എന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന സാധനം
രണ്ട് തരത്തിലാണ് യൂട്ടിലിറ്റി ഉള്ളത്. നമുക്ക് പുസ്തകത്തിൽ രണ്ട് രീതിയിലാണ് യൂട്ടിലിറ്റി പഠിക്കാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ വർഷം ഇൻസ്റ്റാൾ ചെയ്ത പോർഷനാണ്, പുതിയൊരു പോർഷനാണ്. അപ്പൊ എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. കഴിഞ്ഞ വർഷം മുതലാണ് ആ പോർഷൻ വന്നു തുടങ്ങിയത്. അപ്പൊ യൂട്ടിലിറ്റി രണ്ട് തരത്തിലുള്ള യൂട്ടിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ യൂട്ടിലിറ്റി നമ്മൾ പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയും. ഒന്നാമത്തെ പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പൊ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമീപന രീതിയിൽ ഒന്നാമത്തെ സമീപനത്തെ വിളിക്കുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയും. രണ്ടാമത്തെ പേരാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പൊ യൂട്ടിലിറ്റിക്കകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇനി ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന ഈ സിദ്ധാന്തം എക്കണോമിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ എന്നറിയപ്പെടുന്ന ആളാണ്. ആരാണ്? ആൽഫ്രഡ് മാർഷൽ. അതായത് മൈക്രോ എക്കണോമിക്സിൽ ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ് ഈ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹമാണ് എക്കണോമിക്സിലെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സമീപന രീതി അല്ലെങ്കിൽ ഉപയുക്തതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് J.R. ഹിഗ്സ് എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ്. ആരാണ്? J.R. ഹിഗ്സ്. അപ്പൊ J.R. ഹിഗ്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരനാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടുവന്നത്. വീഡിയോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. യൂട്ടിലിറ്റി എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, രണ്ടാമത്തെ സിദ്ധാന്തത്തെ പറയുന്ന പേര് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആരാണ്? എക്കണോമിക്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത്, സംഭാവന ചെയ്ത ആരാണ്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരനാണ്. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കൊണ്ടുവന്ന ആരാണ്? J.R. ഹിഗ്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ. ഓക്കെ. അപ്പൊ എക്കണോമിക്സിന്റെ ഫാദർ ഒക്കെ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എക്കണോമിക്സിന്റെ ഫാദർ നമ്മള് ആഡം സ്മിത്ത് പറഞ്ഞു, പിന്നെ J.M. കെയ്ൻസിനെ കുറിച്ച് പരിചയപ്പെട്ടു, പിന്നെ ആൽഫ്രഡ് മാർഷൽ, J.R. ഹിഗ്സ്, കുറച്ച് സാമ്പത്തിക ശാസ്ത്രകാരന്മാരുടെ പേരുകളൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അവരെല്ലാമാണ്. ആദ്യം നമ്മൾ ആരെ പറഞ്ഞു? ആഡം സ്മിത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ എമർജൻസി ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗം പഠിച്ചപ്പോഴത്തേക്കും മാക്രോ എക്കണോമിക്സിൽ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചപ്പോൾ അവിടെ മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ തിയറിയൊക്കെ തന്നെ ട്രേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രകാരനാണ് ആരെ നമ്മൾ പറഞ്ഞത്? J.M. കെയ്ൻസിനെ കുറിച്ച് പറഞ്ഞത്. J.M. കെയ്ൻസ് കഴിഞ്ഞ് പിന്നെ ആൽഫ്രഡ് മാർഷൽ, J.R. ഹിഗ്സ്, ഇവരെല്ലാമാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്. ഓരോ സാമ്പത്തിക ശാസ്ത്രകാരന്മാരും ഓരോ കാലഘട്ടത്തിൽ ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് സംഭാവന നൽകിയത്. അപ്പൊ ഇതില് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ട് സിദ്ധാന്തങ്ങളാണ് മറന്നു പോകുന്നത്: കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു മെഷർമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മെഷർമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾക്ക് നമ്മള് ആപ്പിൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് യൂട്ടിലിറ്റി എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യൂട്ടിലിറ്റി ഒരു കിലോഗ്രാമിന്റെ യൂണിറ്റിലോ അല്ലെങ്കിൽ ഒരു ലിറ്ററിന്റെ യൂണിറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂണിറ്റിലോ ആണെന്ന് പറയത്തക്ക രീതിയിൽ ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്യത്തില്ല, യൂട്ടിലിറ്റി എനിക്ക് ഇത്ര കിട്ടി എന്നൊരു കാരണവശാലും പറയത്തില്ല. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. എന്താണ്? ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ മാനസികമായ തലത്തെയാണ് ബാധിക്കപ്പെടുന്നത്. നമുക്ക് ഒരുപാട് കിട്ടി അല്ലെങ്കിൽ കുറെ കിട്ടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിന് എത്രത്തോളം യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടി എന്ന് നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കത്തില്ല. അപ്പൊ യൂട്ടിലിറ്റി എന്നുള്ളത് എന്ത് കോൺസെപ്റ്റ് ആണ്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ സൈക്കോളജിക്കൽ ആയ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അളക്കാൻ സാധിക്കത്തില്ല. പിടികിട്ടിയോ?
അപ്പൊ യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ പറഞ്ഞപ്പോ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? കൺസ്യൂമേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർ സാധനങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അവർക്ക് ആ സാധനത്തിൽ നിന്ന് കിട്ടുന്ന മാനസികമായിട്ടുള്ള സംതൃപ്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയും. അപ്പൊ ഉപയുക്തയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്നാണ്. വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു സാധനത്തിന്റെ കഴിവിനെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കോൺസെപ്റ്റ് ആണ്? അതൊരു സൈക്കോളജിക്കലായ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് മെഷർ. നമുക്കൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. മെഷർ ചെയ്യുക മീൻസ് അളക്കുക. യൂട്ടിലിറ്റി ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ കഴിയില്ല. അപ്പൊ യൂട്ടിലിറ്റി എത്ര തരത്തിലുണ്ട്? യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ പേര് എന്തിനാണ്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ആരാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ. രണ്ടാമത്തെ പേര് എന്തിനാണ്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നത് ആരാണ്? ജെ.ആർ. ഹിഗ്സ് ആണ്. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റി നമുക്ക് മെഷർമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഓരോ സിദ്ധാന്തവും എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മളിത് പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റൂലെങ്കിലും അദ്ദേഹം പറയുന്നത് യൂട്ടിൽസ് എന്നറിയപ്പെടുന്ന ഒരു ടേം കൊണ്ട് നമുക്ക് അതിനെ അളക്കാൻ സാധിക്കുമെന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. യൂട്ടിൽസ്. അപ്പൊ യൂട്ടിലിറ്റി അളക്കാൻ കഴിയുന്ന ആ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് യൂട്ടിൽസ് എന്ന് പറയുന്നത്. യൂട്ടിൽസ് അത്ര ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമല്ല, എന്നാലും ആൽഫ്രഡ് മാർഷൽ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് യൂട്ടിൽസ് എന്നറിയപ്പെടുന്ന ഒരു പദം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ സാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു? ആൽഫ്രഡ് മാർഷൽ അഭിപ്രായപ്പെട്ടു. ഇനി രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ജെ.ആർ. ഹിഗ്സിന്റെ സിദ്ധാന്തമാണ്. അദ്ദേഹം പറയുന്നത് ഓർഡിനൽ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി അളക്കാം. ഓർഡിനൽ നമ്പർ അറിയാലോ നമുക്ക്, കാർഡിനൽ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ഒക്കെ അറിയാലോ. ആ തരത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലിറ്റിയെ വേണമെങ്കിൽ അളക്കാൻ സാധിക്കുമെന്നാണ് ആരും അഭിപ്രായപ്പെട്ടത്? ജെ.ആർ. ഹിഗ്സ് അഭിപ്രായപ്പെട്ടത്. പക്ഷെ ഫൈനലി നമുക്ക് പറയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കനോട്ട് മെഷർ. അതിനൊരു എക്സാക്ട് ആയിട്ടുള്ള മെഷർമെന്റ് ഇല്ല. പക്ഷെ ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അളക്കാൻ കഴിയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് യൂട്ടിൽസ് എന്ന് പറയുന്ന ടേം കൊണ്ടോ അല്ലെങ്കിൽ ഓർഡിനറി നമ്പേഴ്സുകൾ വെച്ചുകൊണ്ടോ യൂട്ടിലിറ്റി അളക്കാം എന്നുള്ള കോൺസെപ്റ്റാണ് ആര് നൽകിയിരിക്കുന്നത്? ആൽഫ്രഡ് മാർഷലും ജെ.ആർ. ഹിഗ്സും നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വരെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യുക. സ്പീക്കർ ഒന്ന് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇതുവരെയുള്ള കാര്യങ്ങൾ, കൺസ്യൂമർ ആരാണെന്ന് പഠിക്കുക, യൂട്ടിലിറ്റി എന്ന് പറയുന്ന പദം എന്താണെന്ന് പഠിക്കുക, യൂട്ടിലിറ്റി എങ്ങനെയുള്ള കോൺസെപ്റ്റ് ആണ്, അതിനെ നമുക്ക് അളക്കാൻ സാധിക്കുമോ ഇല്ലയോ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുള്ള യൂട്ടിലിറ്റി ഉണ്ട്, ഏതെല്ലാം ആ യൂട്ടിലിറ്റി കൊണ്ടുവന്നത് ആരൊക്കെയാണ്, അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ രണ്ടാമത്തെ കോൺസെപ്റ്റ് അനുസരിച്ച് യൂട്ടിലിറ്റി ജെ.ആർ. ഹിഗ്സ് പറഞ്ഞിരിക്കുന്നത് ഓർഡിനൽ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂട്ടിലിറ്റിയെ അളക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തം നമുക്ക് പഠിക്കാനുണ്ട്. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തം, ആ സിദ്ധാന്തം പിന്നീട് നമ്മൾ പറയും. അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പറയും. ആ സിദ്ധാന്തത്തിൽ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇൻഡിഫറൻസ് കർവ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അത് നമ്മൾ പിന്നീട് പറയാം. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സിദ്ധാന്തമാണ് ഇൻഡിഫറൻസ് കർവ്. അത് പിന്നീട് നമ്മൾ കാര്യം പറയും. അതിനു മുമ്പ് വേറൊരു കേസ് കൂടെ പറയും. അപ്പൊ ഇത്രയും ഉള്ള കാര്യങ്ങൾ പിടികിട്ടിയോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി അടുത്ത് നമുക്ക് കൺസ്യൂമർ നമ്മൾ പറഞ്ഞു. ഇനി ആ കൺസ്യൂമർ വാങ്ങുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഒരുപാട് സാധനങ്ങൾ വാങ്ങും. ആ വാങ്ങുന്ന സാധനങ്ങളെ നമ്മൾ
കൺസംഷൻ ബണ്ടിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൺസംഷൻ ബണ്ടിൽ. അപ്പൊ ഒരു കൺസ്യൂമർ വാങ്ങുന്ന സാധനത്തെ പറയുന്ന, അല്ലെങ്കിൽ കൺസ്യൂമർ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാങ്ങുന്ന സാധനങ്ങളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നു? കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ ദ ഗുഡ് X1 ആൻഡ് ഗുഡ് X2. അപ്പൊ ഒരുപാട് കമ്മോഡിറ്റീസ് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു എക്സാമ്പിൾ പറയണം, ഗുഡ് X1 ആൻഡ് ഗുഡ് X2. മനസ്സിലായോ? ഗുഡ് X1 ആൻഡ് ഗുഡ് X2, അല്ലെങ്കിൽ ഗുഡ് 1 ആൻഡ് ഗുഡ് 2 എന്ന ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഗുഡ് 1ഉം ഗുഡ് 2ഉം ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യാം? മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. ഇങ്ങനെ വാങ്ങുന്ന സാധനങ്ങളുടെ കളക്ഷനെ, അല്ലെങ്കിൽ ആ കൂട്ടത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് മനസ്സിലായോ? ഒരു കൺസ്യൂമർ വിപണിയിൽ നിന്നും അനേകം സാധനങ്ങൾ വാങ്ങുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? ഗുഡ് X1ഉം ഗുഡ് X2ഉം. ഈ സാധനങ്ങളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം? എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ ദ ഗുഡ് X1 ആൻഡ് ഗുഡ് X2. ദ കളക്ഷൻ ഓഫ് ദീസ് ഗുഡ്സ് ആർ കാൾഡ് എന്തെന്ന് പറയാം? കൺസംഷൻ ബണ്ടിൽ എന്ന് നമുക്ക് പറയാം. പിടികിട്ടിയോ? അപ്പൊ എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ? കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ ദ ഗുഡ് X1 ആൻഡ് ഗുഡ് X2. പിടികിട്ടിയോ? അപ്പൊ X2, X3, X4, X5, X6 എന്ന ക്രമത്തിൽ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്. ഒരു കൺസ്യൂമറിന് വിപണിയിൽ നിന്നും അനേകം സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. പക്ഷെ അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല, എല്ലാ സാധനങ്ങളും പറയുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ എത്ര എടുക്കുന്നു? 2 കമ്മോഡിറ്റീസ് എടുക്കുന്നു, ഗുഡ് X1 എടുക്കുന്നു, ഗുഡ് X2 എടുക്കുന്നു. ഈ 2 സാധനങ്ങളുടെയും കളക്ഷനെ പറയുന്ന പേരാണ് കളക്ഷൻ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഖരണത്തെ പറയുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. അപ്പൊ എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്നുള്ളത് കൂടെ പറയാം? എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദി മാർക്കറ്റ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗുഡ് X1 ആൻഡ് ഗുഡ് X2. ദ കളക്ഷൻ ഓഫ് ദീസ് ഗുഡ്സ് ആർ കാൾഡ് എന്തെന്ന് പറയാം? കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. പിടികിട്ടിയോ? ഒരു കൺസ്യൂമർ വിപണിയിൽ നിന്നും അനേകം സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ പൈസ വേണ്ടേ? വേണ്ടേ? അപ്പൊ ഗുഡ് X1ഉം ഗുഡ് X2ഉം എന്ത് കൊടുത്താ വാങ്ങുന്നേ? ഒരു കൺസ്യൂമർ ആ സാധനങ്ങളുടെ എന്ത് കൊടുത്താണ് വാങ്ങുന്ന? പ്രൈസ് കൊടുത്താണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ അതിന്റെ വില കൊടുത്താണ് വാങ്ങുന്നത്. മനസ്സിലായ? പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ദ വാല്യൂ ഓഫ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു സാധനത്തിന്റെ മൂല്യത്തെ മണിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈസ് എന്ന് പറഞ്ഞാൽ PRICE പ്രൈസ്. ഇതാണ് നമ്മൾ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന പ്രൈസ്. PRICE പ്രൈസ്, വേറെ പ്രൈസ് ഒക്കെ ഉണ്ട്. PRICE പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ വില. ഇതിനാണ് വില. അപ്പൊ ഒരു കൺസ്യൂമർ സാധനത്തിന് വില കൊടുത്താണ് വാങ്ങുന്നത്. പിടികിട്ടിയോ? അപ്പൊ സാധനത്തിന് വില ഉണ്ട്. ആ വില കൊടുത്ത് വാങ്ങാൻ, അല്ലെങ്കിൽ ആ പൈസ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് വേണം? ഇൻകം വേണം. എന്ത് വേണം? ഇൻകം വേണം. അപ്പൊ ഇൻകം ഇല്ലാതെ ആ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ ഉപഭോക്താവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇൻകത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അദ്ദേഹം ഗുഡ് X1നും X2നും വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? ചെലവാക്കിയത്. ശരിയല്ലേ? തന്റെ ഇൻകത്തിന്റെ ഒരു ഭാഗമാണ് ഗുഡ് X1 ഗുഡ് X2 വാങ്ങുന്നതിന്റെ വിലയായി അയാൾ കൊടുത്തത്. അപ്പൊ ഒരു കൺസ്യൂമർ തന്റെ വരുമാനവും സാധനങ്ങളുടെ വിലകളും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എങ്കിൽ അതിനെ നമ്മളൊരു പേര് പറയും. അതിന്റെ പേരാണ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയും. ഇതെന്ന് പറയും കൺസ്യൂമേഴ്സ്
ബഡ്ജറ്റ് എന്ന് പറയും. അപ്പൊ എന്താണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കൺസ്യൂമർ തന്റെ വരുമാനവും, കൺസ്യൂമർ വിത്ത് ഹിസ് ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റീസ് ടു പർച്ചേസ് ദ ഗുഡ്സ്, അല്ലെ, ആസ് ഹിസ് വിഷസ്, തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു കൺസ്യൂമർ വരുമാനവും സാധനങ്ങളുടെ വിലകളും ഉപയോഗിച്ച് വാങ്ങുന്നു എങ്കിൽ ആ കോൺസെപ്റ്റിന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിടികിട്ടി കാണുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന്, രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ഓരോ മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. കൺസംഷൻ ബണ്ടിൽ പറഞ്ഞു. കൺസംഷൻ ബണ്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞ, എ കൺസ്യൂമർ പർച്ചേസ് മെനി ഗുഡ്സ് ഫ്രം ദി മാർക്കറ്റ്, മെനി കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്. എക്സാമ്പിൾ ദ ഗുഡ് X1 ആൻഡ് ഗുഡ് X2. ദ കളക്ഷൻ ഓഫ് ദീസ് ഗുഡ്സ് ആർ കാൾഡ് കൺസംഷൻ ബണ്ടിൽ. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത് എന്താ പറഞ്ഞേ, ഈ കൺസംഷൻ ബണ്ടിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ എന്ത് വേണം, ഇൻകം വേണം, വരുമാനം വേണം. അപ്പൊ ആ വരുമാനത്തിന്റെ ഒരു ഭാഗമായ പ്രൈസ് ഈ ഗുഡ് X1 വേണ്ടിയും X2 വേണ്ടിയിട്ടും അയാൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്ന കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ വാട്ട് ഈസ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, എ കൺസ്യൂമേഴ്സ് സ്പെൻഡ് ഹിസ് ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി ടു പർച്ചേസ് ദീസ് ഗുഡ്സ്, ഓർ ദാറ്റ് ഈസ് കോൾഡ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. പിടികിട്ടിയല്ലോ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്യൂമർ ഒരു കൺസ്യൂമർ മാർക്കറ്റിലേക്ക് പോയി ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് അയാൾ മാർക്കറ്റിൽ കണ്ട ഉൽപ്പന്നങ്ങളാണ് X1 X2. പിടികിട്ടിയോ? അപ്പൊ ഇത് രണ്ടും എന്താണ്, ഡിഫറന്റ് കമ്മോഡിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. ഡിഫറന്റ് കമ്മോഡിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. അപ്പൊ ഗുഡ് X1 ഗുഡ് X2. അതിന് പകരമാണ് ഞാൻ ഗുഡ് എന്നുള്ളതിന് എഴുതിയില്ല, പകരം X1 X2 എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളാണ്, മാർക്കറ്റിൽ കാണുന്ന രണ്ട് വിവിധ തരത്തിലുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോ X1 വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അയാൾ P1 എന്ന വില കൊടുത്തു എന്ന് സങ്കല്പിക്കുക. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് X1. X1 വേണ്ടി അയാൾ കൊടുത്ത വിലയാണ് P1 എന്ന് പറയുന്നത്. അപ്പൊ X2 വേണ്ടി അയാൾ കൊടുത്ത വിലയെ നമ്മൾ എന്തെന്ന് പറയാം, P2 എന്ന് പറയാം. അപ്പൊ P1 P2 എന്തിനാണ്, ഡിഫറന്റ് പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റീസ്, ഡിഫറന്റ് പ്രൈസസുകളാണ്, ഡിഫറന്റ് പ്രൈസസ്. അപ്പൊ P1 P2 എന്തിനാണ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രൈസസുകളാണ്. പിടികിട്ടിയല്ലോ. ഓക്കെ, ഇനി അത് അദ്ദേഹത്തിന്റെ എന്തിൽ നിന്നാ കൊടുത്തേ, നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് വേണം, സാധനങ്ങൾക്ക് കൊടുക്കാനുള്ള വില, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില വേണം. ആ വില എന്തിൽ നിന്നാണ് കൊടുക്കുന്നത്, തന്റെ ഇൻകത്തിൽ നിന്നുമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ തന്റെ വരുമാനത്തിൽ നിന്നുമാണ് കൊടുക്കുന്നത്. ആ വരുമാനത്തെ നമുക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാം, എം ഈസ് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഒരു ഉപഭോക്താവിന്റെ വരുമാനത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, എം എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു നമ്മള്, ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നു, അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ, X1 X2. അപ്പൊ X1 X2 എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് കമ്മോഡിറ്റീസ് ആണ്, മാർക്കറ്റിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്താണ് സാധനങ്ങളാണ്. അപ്പൊ P1 P2 എന്ന് പറഞ്ഞാൽ എന്തിനാണ്, X1 X2 എന്ന കമ്മോഡിറ്റികൾ വാങ്ങാൻ ആവശ്യമായ പ്രൈസ് ആണ് ഏതെന്നൊക്കെ പറയുന്നത്, P1 P2 എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. ഇനി അത് എന്തിൽ നിന്നാ കൊടുക്കുന്നേ, വരുമാനത്തിൽ നിന്നുമാണ് കൊടുക്കുന്നത്. തന്നെ എന്തിൽ നിന്നുമാണ് കൊടുക്കുന്നത്, വരുമാനത്തിൽ നിന്നുമാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് P1 X1 പ്ലസ് P2 X2 ഈസ് ഈക്വൽ ടു എന്താ, M. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്, X1 എന്ന് പറയുന്ന സാധനം വാങ്ങാൻ P1 എന്ന വില കൊടുത്തു, X2 എന്ന് പറയുന്ന സാധനം വാങ്ങാൻ P2 എന്ന് പറയുന്ന വില കൊടുത്തു. എല്ലാം എന്തിൽ നിന്നാണ് കൊടുത്തത്, തന്റെ ഇൻകത്തിൽ നിന്നും അല്ലെങ്കിൽ തന്റെ വരുമാനത്തിൽ നിന്നുമാണ് അദ്ദേഹം കൊടുത്തത്. പിടികിട്ടിയ? അങ്ങനെയാണെങ്കിൽ തന്റെ വരുമാനം ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങാൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ തന്റെ വരുമാനം
സാധനങ്ങളുടെ വിലകളും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ അളവുകളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഈ കോൺസെപ്റ്റിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ബഡ്ജറ്റ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടും? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. എങ്ങനെയാ പറഞ്ഞേ? അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ബഡ്ജറ്റ് ലൈൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിലൂടെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഗ്രാഫിലൂടെ നമ്മൾ ഒരു ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുമ്പോ അതിൽ എന്തൊക്കെ വേണം? P1 P2 എന്നീ രണ്ട് വിലകളെ അയാൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പൊ അത് ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കും എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. അപ്പൊ ഈ കോൺസെപ്റ്റിനെ അറിയപ്പെടുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു കൺസ്യൂമർ തന്റെ വരുമാനവും പൂർണമായും ചെലവാക്കിക്കൊണ്ട് വാങ്ങുന്ന സാധനങ്ങളുടെ അളവുകളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? P1 x1 പ്ലസ് P2 s2 സമം m എന്ന് പറയാം. അപ്പൊ ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഈ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇത് നന്നായിട്ട് പഠിച്ചുകൊള്ളുക. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനിലെ P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി 1, P2 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 2, x1 എന്ന് പറഞ്ഞാൽ ദ കമ്മോഡിറ്റി 1, x2 എന്ന് പറഞ്ഞാൽ ദ കമ്മോഡിറ്റി 2, m എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ക്ലിയർ? അപ്പൊ കൺസ്യൂമറിന് ഈ ഇൻകം വേണം. ഈ പ്രൈസ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ അളവുകളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിടിയോ? ഇനി ഈ ബഡ്ജറ്റ് ലൈനില് ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാന് മാർക്കറ്റിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്റെ കയ്യിലുള്ള വരുമാനം എത്രയാണ്? 100 രൂപയാണ്. അപ്പൊ ആ 100 രൂപയ്ക്ക് അകത്തുള്ള സാധനങ്ങളെ എന്ത് ചെയ്യാവൂ? ഞാൻ വാങ്ങാവൂ. അല്ലെങ്കിൽ അതിന് താഴെ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യാവൂ? ഞാൻ വാങ്ങാവൂ. ശരിയല്ലേ? അപ്പൊ 100 രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കുമോ? അതിനുള്ള വരുമാനം എന്റെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ കയ്യിൽ വരുമാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് നിന്നുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വാങ്ങത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ പറയാം? അതായത് P1 x1 പ്ലസ് P2 x2 P2 s2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. കിട്ടിയോ? അപ്പൊ എന്തിനാണ്? P1 x1 പ്ലസ് P2 s2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ P1 ഉം P2 എന്ന് പറയുന്നത് വരുമാനത്തിനേക്കാൾ താഴെയായിരിക്കുകയോ അതിന് തുല്യമാകുകയോ ചെയ്യണം. ഇതൊരു പരിധിയാണ്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വരുമാനം എന്താണ്? P1 ഉം P2 ഉം അല്ലെങ്കിൽ P1 എന്ന് പറയുന്ന സാധനം, ഫോർ എക്സാമ്പിൾ P1 എന്ന് പറയുന്ന സാധനത്തിന് 50 രൂപ, P1 എന്ന് പറയുന്ന സാധനത്തിന് 50 രൂപ, ദെൻ P2 എന്ന് പറയുന്ന സാധനത്തിന് 60 രൂപ. അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉള്ള വരുമാനം 100 രൂപയാണ്. മനസ്സിലായ? അപ്പൊ 100 രൂപ എന്ന് പറയുന്ന വരുമാനം ഉപയോഗിച്ച് P1 1 യൂണിറ്റും P2 1 യൂണിറ്റും അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയില്ല. കാര്യം P1 1 യൂണിറ്റ് മേടിക്കുമ്പോൾ എത്ര രൂപയായി? 50 രൂപയായി. P2 1 യൂണിറ്റ് മേടിക്കുമ്പോൾ എത്രയായി? 60 രൂപയായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? 6 5 എത്രയായി? 11. അപ്പൊ അദ്ദേഹത്തിന് എത്ര രൂപ ഉണ്ടെങ്കിലേ ഈ സാധനം ഓരോ യൂണിറ്റ് വെച്ച് വാങ്ങാൻ സാധിക്കത്തുള്ളൂ? അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ വരുമാനം 110 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വാങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കത്തുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തില്ല? ഈ 110 രൂപ വരുമാനമില്ല, 100 രൂപ വരുമാനമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ? തന്റെ കൺസംഷൻ നടത്താൻ പറ്റൂ. അപ്പൊ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന ഈ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു തടസ്സത്തെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്യൂമർ അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ന് പറയുന്നു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ തടസ്സം. അപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമേഴ്സിന് അനുഭവപ്പെടുന്ന പരിധിയെ പറയുന്ന പേരാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇവിടെ ഈ സമവാക്യം തന്നിട്ട് ഇതിൽ കൺസ്ട്രെയിന്റ് പാർട്ട് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. കൺസ്ട്രെയിന്റ് പാർട്ട് ഏതാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. അതായത് വരുമാനമാണ് അദ്ദേഹത്തിന് കൺസ്ട്രെയിന്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെ, തടസ്സമായിട്ട് നിൽക്കുന്ന. മനസ്സിലായോ?
സാധനങ്ങളുടെ വിലകളല്ല അദ്ദേഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, തന്റെ വരുമാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പറയാം, ഇന്നിപ്പോ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങള് കൺസംഷൻ ബണ്ടിലാണ്. കൺസംഷൻ ബണ്ടിൽ, കൺസംഷൻ ബണ്ടിലാണ്. അപ്പൊ കൺസംഷൻ ബണ്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ്, എക്സാമ്പിൾ ദ ഗുഡ് X1 ആൻഡ് ഗുഡ് X2. ദ കളക്ഷൻ ഓഫ് ദീസ് ഗുഡ്സ് ആർ കാൾഡ് കൺസംഷൻ ബണ്ടിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു കൺസ്യൂമർ വിപണിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കാണുന്നു. ഉദാഹരണത്തിന് സാധനം 1, സാധനം 2, ഇത്തരം സാധനങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിടികിട്ടിയല്ലോ. ഇനി അടുത്ത നമ്മൾ രണ്ടാമത് എന്താ പറഞ്ഞേ? ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വരുമാനം വേണം. സാധനങ്ങളുടെ വിലകൾ കൊടുത്തുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ, സാധനങ്ങൾ വാങ്ങത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ വാങ്ങുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്തിനാണ്? കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടും. ബഡ്ജറ്റ്. അപ്പൊ ഒരു കൺസ്യൂമർ തന്റെ വരുമാനവും സാധനങ്ങളുടെ വിലകളും ഉപയോഗിച്ച് തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ വാങ്ങുന്നതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്ന കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു കൺസ്യൂമർ ഒരുപാട് സാധനങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഉദാഹരണത്തിന് നമ്മൾ ഏതൊക്കെ എടുത്തു? X1 എടുത്തു, X2 എടുത്തു. അപ്പൊ X1, X2 ആർ ദ ഡിഫറന്റ് കമ്മോഡിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. ഒരു വിപണിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവിധ ഉൽപ്പന്നങ്ങളാണ് X1 ഉം X2 ഉം. X1 വാങ്ങാൻ അദ്ദേഹം എന്ത് ചെയ്ത് കൊടുത്തു? P1 എന്ന വില കൊടുത്തു. X2 വാങ്ങുന്നതിന് വേണ്ടിയിട്ട് P2 എന്ന് പറയുന്ന വില കൊടുത്തു. എല്ലാം തന്റെ എന്തിൽ നിന്നാണ് കൊടുത്തത്? വരുമാനത്തിൽ നിന്നാണ് കൊടുത്തത്, ഇൻകത്തിൽ നിന്നാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ സമവാക്യം നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? P1 X1 പ്ലസ് P2 S2 ഈസ് ഈക്വൽ ടു M എന്ന് പറയുന്നു. ഈ സമവാക്യത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തിനാണ്? ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്നാണ് ഈ സമവാക്യത്തെ നമ്മൾ അറിയപ്പെടുന്നത്. ഇതെന്ന് പറയുന്നു ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ കൺസ്യൂമർ പർച്ചേസ് കമ്മോഡിറ്റീസ് ഫ്രം ദ മാർക്കറ്റ് വിത്ത് ഹിസ് ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി, ദ കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ ദ ജോയിന്റ് ടുഗദർ ഓഫ് ദീസ് ഗുഡ്സ് ആർ കാൾഡ് ബഡ്ജറ്റ് ലൈൻ. അപ്പൊ അതിന്റെ ജോയിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമർ തന്റെ വരുമാനവും സാധനങ്ങളുടെ വിലകളും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ അളവുകളെ യോജിപ്പിച്ച് വരയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ബഡ്ജറ്റ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡീറ്റെയിലോ. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വരുമാനത്തിന് അതീതമായി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സാധനങ്ങൾ വാങ്ങാൻ സാധിക്കത്തില്ല. അപ്പൊ ആ അതീതമായി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തതിനെ നമ്മൾ വിളിച്ച പേരെന്തിനാണ്? ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. എ കൺസ്യൂമർ കനോട്ട് പർച്ചേസ് ഗുഡ്സ് എബവ് ഹിസ് ഇൻകം. അപ്പൊ എ കൺസ്യൂമർ കനോട്ട് പർച്ചേസ് ഗുഡ്സ് എബവ് ഹിസ് ഇൻകം. തന്റെ വരുമാനത്തിന് മുകളിലായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സാധനങ്ങൾ വാങ്ങാൻ സാധിക്കത്തില്ല. ദ ലിമിറ്റ് ഓഫ് കൺസ്യൂമർ ഈസ് കാൾഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. അപ്പൊ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമവാക്യം എന്താണെന്ന് ചോദിച്ചാൽ P1 X1 പ്ലസ് P2 S2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന് പറയാം. ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? P1 X1 പ്ലസ് P2 S2 സമം M. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ചോളണം. ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചോളണം. ഈ സമവാക്യത്തിലെ P1 ഒന്നാമത്തെ സാധനത്തിന്റെ വില, P2 രണ്ടാമത്തെ സാധനത്തിന്റെ വില, ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 1, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 2. X1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനം, ദ കമ്മോഡിറ്റി 1. X2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനം, ദ കമ്മോഡിറ്റി 2. M എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഉപഭോക്താവിന്റെ വരുമാനം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം. ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിന്റെ സമവാക്യം ഇതാണ്. അപ്പൊ ആ കൺസ്ട്രെയിന്റിന് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇത് പറയും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനത്തിന് തുല്യമായോ അതിന് താഴെയോ മാത്രമേ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ വാങ്ങാൻ പറ്റത്തുള്ളൂ. അതിന് പറയുന്ന പേരാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ തന്റെ വരുമാനം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളുടെ വിലകൾ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുന്ന സാധനങ്ങളുടെ അളവുകളെ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രേഖയിൽ പറയുന്ന പേരാണ് ബഡ്ജറ്റ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ മോഡൽ പരീക്ഷയ്ക്കൊക്കെ ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സമവാക്യം തന്നിട്ട് ഇതിൽ കൺസ്ട്രെയിന്റ് പാർട്ട് ഏതാണെന്ന് പറയും. ചോദിക്കുമ്പോൾ കൺസ്ട്രെയിന്റ് പാർട്ട് ഇതാണ്. കൺസ്ട്രെയിന്റ് പാർട്ടിനെ സൂചിപ്പിക്കുന്ന പാർട്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞ ഡൗട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചുള്ള കാര്യം ഇത് ബേസ് ആണ്. ഇനി ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ക്ലാസ്സിൽ പോകുന്നത്.
അപ്പൊ ഇനി ഇത് അറിഞ്ഞുകൂടെങ്കിൽ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് പുതിയതായിട്ട് തോന്നും. കാര്യം പിന്നെ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ P1 X1 + P2 S2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇത് എന്തിനാണെന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ അത് വീണ്ടും ഇങ്ങനെ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ P1 X1 + P2 S2 M എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ഇത് ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കമ്മോഡിറ്റി 1 ആണ്, അതിന് വേണ്ടി കൊടുത്ത പ്രൈസ് ആണ്. മറ്റേത് കമ്മോഡിറ്റി 2 ആണ്, അതിന് വേണ്ടി കൊടുത്ത പ്രൈസ് ആണ്. മറ്റേത് ഇൻകം ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഇത് എന്താണെന്നുള്ളത് മാത്രമേ കുറേ ഇതിന്റെ ബാക്കിയുള്ള ഡെറിവേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ കുറേ കാര്യങ്ങൾ തന്നെ ഈ ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിക്കൊള്ളണം.